കേരളത്തിൽ ഒരാള് പോലും ഭക്ഷണത്തിന്റെ കുറവ് കൊണ്ട് മരിക്കുന്നില്ല. അതേസമയം ഒരു 70% പേരും മരിക്കുന്നത് ഭക്ഷണത്തിന്റെ കൂടുതൽ കൊണ്ടാണ്. 100% ജീവിതശൈലി രോഗങ്ങളും വരുന്നതും ഭക്ഷണത്തിന്റെ കൂടുതൽ കൊണ്ടാണ്. ആരാണ് ഈ ഭക്ഷണം കൺട്രോൾ ചെയ്യേണ്ടത്? ചെറുപ്പം തൊട്ട് അമ്മമാര് ഭക്ഷണം കഴിക്കാൻ പഠിപ്പിച്ചു. ഇന്നും അതേ ശീലം തുടരുന്നു. വളരുന്ന പ്രായത്തിൽ നമുക്ക് ഗ്ലൂക്കോസും വേണം, പ്രോട്ടീനും വേണം. അതാണ് സ്കൂളിലെ കഞ്ഞിയും പയറും. പക്ഷേ ഒരു പ്രായം കഴിയുമ്പോൾ നമ്മൾ കാർബോഹൈഡ്രേറ്റ് കുറക്കേണ്ടതിൻ്റെയും പ്രോട്ടീൻ റിച്ച് ഭക്ഷണം കഴിക്കേണ്ടയും ഒപ്പം നമ്മുടെ ഭക്ഷണത്തിൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സും കൂട്ടേണ്ടതിൻ്റെയും ആവശ്യകത എല്ലാവരും മനസ്സിലാക്കണം. ഈ തിരിച്ചറിവില്ലായ്മയാണ് കേരളത്തിന്റെ ശാപം. ജീവിതശൈലി രോഗങ്ങളുടെ തലസ്ഥാനം എന്തുകൊണ്ട് കേരളമാകുന്നു എന്ന് ചിന്തിക്കുക.